ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നാണ് ഷഫീദ് ചേരുന്നത്. ഷഫീദ്, പ്രധാനമന്ത്രി മടങ്ങിയോ ചെന്നൈയിലേക്ക്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തും. നമുക്കറിയാം, ഒരു ഹ്രസ്വ സന്ദർശനമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലടക്കം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരം പിടിച്ചെടുത്ത ശേഷമുള്ള ആദ്യ സന്ദർശനം എന്നൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന നയരേഖാ പ്രഖ്യാപനമോ അതല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളോ ഇല്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായത്. പ്രത്യേകിച്ച് ഒന്ന് അതിവേഗ റെയിൽ, രണ്ടാമത്തേത് തിരുവനന്തപുരം നഗരത്തെ വികസന നഗരമാക്കി തുറമുഖ നഗരമാക്കി പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ആദ്യ വേദിയിൽ അദ്ദേഹം നേരത്തെ ഷെഡ്യൂൾ ചെയ്ത റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഫ്ലാഗ് ഓഫും പ്രഖ്യാപനങ്ങളും ഉണ്ടായി. രണ്ടാമത്തെ പൊളിറ്റിക്കൽ വേദിയിൽ, അതായത് രാഷ്ട്രീയ വേദിയിലും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെയും അതേപോലെ തന്നെ ഇടതു വലത് സഖ്യങ്ങളെയും ഒക്കെ വിമർശിച്ചതല്ലാതെ മറ്റേതെങ്കിലും വികസന പ്രഖ്യാപനത്തിലേക്ക് പോയില്ല. പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മറ്റു വികസന പദ്ധതികൾ അത് മുൻനിർത്തിക്കൊണ്ട് അത് കേരളത്തിലടക്കം നടപ്പിലാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അക്കാര്യത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ കേരളം സഹകരിക്കുന്നില്ല ൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് കേട്ടു. കേരളത്തിൽ കഴിഞ്ഞ 3-4 മാസമായി ചർച്ചയാകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. BJP അധികാരത്തിലെത്തിയാൽ അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവരെ തുറങ്കിലടയ്ക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ വേദിയിൽ നടത്തി. പകരം ഇടതുപക്ഷത്തെ മാത്രമല്ല കോൺഗ്രസിനെയും അദ്ദേഹം കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടു. വികസനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാര വഴിയിലേക്ക് BJP എത്തിക്കേണ്ടതിന് ആവശ്യകത അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും പറയുന്നതും ജനങ്ങളിലേക്ക് ആവേശം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് മറിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് സഹായകരമാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളോ വലിയ പ്രഖ്യാപനങ്ങളോ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളോ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞ രണ്ടു വേദിയിലെയും പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലെത്തും. അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. 10:24 പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിനു ശേഷം റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആദ്യം ഈ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിൽ നിന്ന് പുത്തരിക്കണ്ട മൈതാനത്തേക്കായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് വരുന്നതാണ്. ആദ്യം സുരക്ഷാ വാഹനങ്ങൾ എത്തുന്നു, പിന്നാലെ പ്രധാനമന്ത്രിയുള്ള അദ്ദേഹത്തിന്റെ വാഹനം എത്തുന്നു. SPG സുരക്ഷയോടുകൂടി പ്രധാനമന്ത്രി മടങ്ങുകയാണ്. ഏറിപ്പോയാൽ ഒരു 2.25 മണിക്കൂർ മാത്രം സമയം കേരളത്തിൽ. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ മടക്കയാത്ര അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്നുണ്ടാകും. തമിഴ്നാട്ടിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന് ഇനി തമിഴ്നാട്ടിലാണ് പൊതുപരിപാടികൾ ഉള്ളത്. കേരളം ഒപ്പം തമിഴ്നാടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന 2 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയൊക്കെ ഒരുപക്ഷെ തുടർച്ചയായി സന്ദർശനങ്ങൾ നടത്തിയേക്കാം. അതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ഒരു പൊതുസമ്മേളനം എന്ന നിലയിൽ കൂടി വിലയിരുത്താം. ഒരു ഹൈ വോൾട്ടേജ് ഒരു ക്യാമ്പയിൻ സ്പീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെ പറയാം. രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. LDF-നും UDF-നും വലിയ രാഷ്ട്രീയ വിമർശനം, കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനം താല്പര്യം കാണിക്കുന്നില്ല. PM ശ്രീ ചൂണ്ടിക്കാട്ടി. നമുക്ക് PM ശ്രീ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ വലിയ ചർച്ചയായതാണ്. PM ശ്രീ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി ആ വിമർശനം ഉന്നയിച്ചത്. വിഴിഞ്ഞം ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തെപ്പറ്റി പ്രധാനമന്ത്രി വാചാലനാവുകയും ചെയ്തു ആ വേദിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.